ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്നെന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കട്ടെ. നിരവധി വാർത്തകളുള്ള ഒരു ദിവസം കൂടിയാണ്. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ ഹർജിയിൽ ഇന്ന് വിധി. തിരുവല്ല കോടതി രാവിലെ 11-ന് വിധി പറയും. അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പ്രോസിക്യൂഷൻ. തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു. 17 പേർക്ക് പരിക്ക്, 2 പേരുടെ നില ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് കൊടകര MBA കോളേജിൽ നിന്നുള്ളവർ. കലയുടെ പൂരം തകർത്താടുന്നു. തൃശൂർ കലോത്സവത്തിൽ കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. നാടകവും സംഘനൃത്തവും അടക്കം ഇന്നരങ്ങിൽ. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ആദ്യ ട്രെയിൻ ഹൌറയ്ക്കും ഗുവാഹത്തിക്കുമിടയിൽ 3250 കോടി രൂപയുടെ റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും സന്ധിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഈ 2 വർഗീയതയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വർഗീയതയെ എതിർക്കുന്നത് മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. ഒരു വശത്ത് മതേതരത്വം പറഞ്ഞ് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടിയിട്ട് സ്വീകരിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ്. വേദി കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ സമാപന സമ്മേളനം. തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന മുന്നറിയിപ്പുമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം തിരിച്ചെത്തി. ഇറാനിൽ സാഹചര്യം ഭീതിജനകമെന്ന് മടങ്ങിയെത്തിയവർ. കൂടുതൽ പേരുടെ ഒഴിപ്പിക്കൽ തുടരുന്നു. വാർത്തകളിലേക്കൊക്കെ വിശദമായി പോകുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ഇറാനിലേക്ക് തന്നെയാണ്. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ ആദ്യ സംഘം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന സംഘം എത്തിയത്. ഇറാനിൽ സാഹചര്യം ഭീതികരമാണെന്ന് പറഞ്ഞ ഇവർ ഇന്ത്യൻ എംബസിക്ക് നന്ദി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ത്യക്കാരടങ്ങുന്ന ആദ്യത്തെ സംഘം മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവരെപ്പോഴാണ് എത്തിയത്? സാഹചര്യം ഭീതിജനകമാണെന്നാണ് അവർ അറിയിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, ഇന്ന് പുലർച്ചെയോടെയാണ് ഇറാനിൽ നിന്നുള്ള ആദ്യ സംഘം വിദ്യാർത്ഥികൾ തിരിച്ച് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇതിൽ ഭൂരിഭാഗം പേരും ജമ്മു കാശ്മീരിൽ നിന്ന് ഇറാനിൽ ചെന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ടെഹ്റാൻ, അതുപോലെ തന്നെ ഇസ്ഫാക്ക് തുടങ്ങിയിട്ട് വിവിധ നഗരങ്ങളിലാണ് ഇവർ പഠിക്കുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഇവരിൽ ഭൂരിഭാഗവും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനിൽ കാര്യങ്ങൾ ഭീതിജനകം എന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. പ്രധാനമായിട്ടും അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് കാരണം വിവരങ്ങളൊന്നും കൈമാറാൻ സാധിക്കുന്നില്ല. അതുപോലെ എംബസിയിൽ നിന്നുള്ള വിവരങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാനുള്ള മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ലഭിച്ചിരുന്നില്ല. എന്നാലും ആ ഒരു ദുർഘടം പിടിച്ച സാഹചര്യത്തിലും ഇന്ത്യൻ എംബസി വളരെ കാര്യമായി തന്നെയാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ അത് വളരെ കൃത്യമായി തന്നെ പൂർത്തിയാക്കാനായതായിട്ടും ഇവർ പറയുന്നുണ്ട്. കാര്യങ്ങൾ അവിടെ ഗുരുതരം എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നൊരു കാര്യം. പ്രത്യേകിച്ച് ഈ പ്രതിഷേധം അത് കനത്തത് കാരണം അവർ പലരും പറയുന്നത് അവർ കാലങ്ങളായിട്ട് ഇറാനിൽ താമസിക്കുകയാണ്. എന്നാൽ ഈ ഒരു മാസത്തിനിടയിലാണ് പ്രശ്നം ഇത്രയധികം വഷളായത് എന്നവർ പറയുന്നു. അവർക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പോലും അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടു. എന്നാൽ തിരിച്ചു വരുന്ന സമയത്ത്, എയർപോർട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പ്രതിഷേധക്കാർ ഈ ഇന്ത്യക്കാർക്ക് നേരെ അങ്ങനെ ആക്രമണങ്ങൾ നടത്താനുള്ള മറ്റ് നടപടികളോ നീക്കങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അവരുടെ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്ന് ഈ തിരിച്ച് മടങ്ങിപ്പോകുന്നവർക്ക് നേരെ ആക്രമണങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അതുപോലെ ഇറാൻ സർക്കാരും വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചതായിട്ടാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയെ എസ് ജയശങ്കർ ടെലിഫോണിൽ വിളിച്ച്
കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അവിടെ ഇറാനിൽ നിന്ന് ഇന്ത്യയുടെ ഇവാക്യുവേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ഇറാൻ സർക്കാർ ഉറപ്പു നൽകിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷ അവർ അവിടെ എയർപോർട്ടിലേക്കുള്ള യാത്രക്കിടെയാണെങ്കിലും മറ്റ് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടുള്ള ഒരു ഡിപ്പാർച്ചർ ആ സമയത്ത് ഉൾപ്പെടെ ഇറാൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സഹായവും അതുപോലെ ഇവർക്കുള്ള പിന്തുണയും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കാരണം തന്നെയാണ് ഇപ്പോൾ ആദ്യ സംഘം വിദ്യാർത്ഥികൾക്ക് തിരിച്ചു വരാൻ സാധിച്ചത്. ഇനി നിരവധി തീർത്ഥാടകരും അതുപോലെ തന്നെ വിനോദയാത്രയുടെ ഭാഗമായിട്ട് ഇറാനിലെത്തിയ ആളുകളും ഉൾപ്പെടെയുണ്ട്. നിലവിൽ 9,000 ആളുകൾ അവിടെ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത്. എന്നാൽ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്ത കുറച്ച് ആളുകളും ഇറാനിൽ താമസിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമവും എംബസി ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുന്നത് കാരണം ഈ വിവരങ്ങൾ കൈമാറാൻ കുറച്ച് തടസ്സവും അതുപോലെ കാലതാമസവും നേരിടുന്നുണ്ട്. എന്നാൽ മറ്റ് മാർഗങ്ങളിലൂടെ ഈ ഇന്ത്യക്കാരെ പരമാവധി ട്രാക്ക് ചെയ്ത് വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എംബസി. രജിസ്റ്റർ ചെയ്യാത്തവർ എത്രയും വേഗം രജിസ്റ്റർ ചെയ്യണം എന്ന് തന്നെയാണ് എംബസി ആവർത്തിച്ച് നൽകുന്ന ഒരു നിർദ്ദേശമെന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് ഈ US-ൻ്റെ ആക്രമണ ഭീഷണി ഉണ്ടായിരുന്നതിനാൽ ഇറാൻ അവരുടെ എയർ സ്പേസ് അടച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സിവിലിയൻ ഒരു ട്രാൻസിഷൻ ഒരു സിവിലിയൻസിന് പോകാൻ വേണ്ടി അത്തരം വിമാനങ്ങൾക്കായിട്ടുള്ള ഒരു വ്യോമപാത ഇപ്പോൾ തുറന്നു നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഇന്ത്യക്ക് അവരുടെ വിമാനങ്ങൾ ഇപ്പോൾ ഇതുവഴി കൊണ്ടുവരാൻ സാധിച്ചത്. എന്നാലിപ്പോൾ ഇവാക്യുവേഷൻ നടന്നത് പ്രത്യേക വിമാനങ്ങൾ വഴിയാണ്. ഇതിനു മുൻപേ ഇൻഡിഗോയുടെയും അതുപോലെ എയർ ഇന്ത്യയുടെയും ഒക്കെ സർവീസ് ഉണ്ടായിരുന്നു. അത്തരം റെഗുലർ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 2 ദിവസം മുൻപാണ് അവസാന വിമാനം അവിടെ നിന്ന് ഇറാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ അവിടെയുള്ള സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റു ഇത്തരം അടിയന്തര സർവീസുകളല്ലാതെ മറ്റ് വിമാന സർവീസുകൾ ഇറാൻ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ ആരംഭിക്കാതിരുന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നിലവിൽ പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസ് ഇന്ത്യൻ വിമാനങ്ങൾക്കായി പൂർണ്ണമായിട്ടും അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാനും അത്തരത്തിൽ അടയ്ക്കുന്ന ഒരു തീരുമാനം അത് നീണ്ടു പോവുകയാണെങ്കിൽ, ഈ യുദ്ധ സാഹചര്യങ്ങളിൽ സംഘർഷ സാഹചര്യം അത് നീണ്ടു പോവുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള ഒരു യാത്ര അത് കൂടുതൽ ദുഷ്കരമാകും. ഇപ്പോൾ പാകിസ്ഥാൻ എയർ സ്പേസ് അടച്ചതിനാൽ തന്നെ നമ്മുടെ ഒരു ട്രാവലിംഗ് ടൈം അതുപോലെ ട്രാവലിംഗ് കോസ്റ്റ് അത് മുൻപത്തേനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിഗോയുടെ സർവീസുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലേക്ക് സർവീസ് ഉണ്ട്. എയർ ഇന്ത്യയുടെ നോർത്ത് അമേരിക്കയിൽ ഉൾപ്പെടെ അവർ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ വിഷമകരമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈയൊരു പ്രശ്നം കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇറാനിലെ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. എന്തായാലും അവിടെ 800 പേർക്കുള്ള വധശിക്ഷ അത് ഇറാൻ സർക്കാർ റദ്ദാക്കിയിരുന്നു. അപ്പോൾ ഇതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ സർക്കാരിന് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ 800 പേരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ. അതുപോലെ US ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നിലവിൽ ആക്രമിക്കേണ്ട എന്നൊരു നിലപാടാണ് US സ്വീകരിച്ചിരിക്കുന്നത്. അത് മേഖലയിലെ സമാധാനം അതുപോലെ മേഖലയിലുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടുന്ന ആ മേഖലയിലൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളായി ഒരു സംഘർഷാവസ്ഥ കൂടുതൽ സജീവമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് US ഇപ്പോൾ നിലവിൽ ആക്രമിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിൽ ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇറാനിൽ നിന്നും തിരിച്ചെത്തിയിട്ടുള്ള ഇന്ത്യൻ സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ ആ പ്രതികരണത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോയിട്ട് മടങ്ങാം. हमें आइडिया नहीं था, हमें इंटरनेट ही नहीं था। इंडियन एम्बेसी ने आप लोगों से कांटेक्ट किया था? इंडियन एम्बेसी से? हाँ, लेकिन हम खुद आए हैं फिलहाल। हमें कुछ आइडिया नहीं अभी नहीं। हाँ, सुनने में आ रहा था बट हमने देखा नहीं कुछ। मेरी वाइफ आ रही है करबला इराक से और ईरान से, और मेरे ससुर जी आ रहे हैं, मेरी भाभी आ रही हैं। हम बहुत खुश हैं, आ रहे हैं, नॉर्मली आ रहे हैं, कोई डर के साथ नहीं आ रहे, खुशी से आ रहे हैं। तो इसमें और फिर ऐसे मुकद्दस जगह से आ रहे हैं कि खुशी होने की तो बात ही है। അജി തുടരുന്നുണ്ട്. അജി, അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് സാഹചര്യം എത്രത്തോളം രൂക്ഷമാണെന്നത്. ഇപ്പോൾ ഇറാനിലെ നിലവിലെ സാഹചര്യം അതെങ്ങനെയാണ്?
എന്തായാലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ ഒരു സംഘർഷ സാധ്യത അത് മയപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അവിടുത്തെ പ്രാദേശിക സർക്കാരാണെങ്കിലും ഉള്ളത്. എന്തായാലും US-ൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണി ഒഴിഞ്ഞതോടുകൂടി മേഖലയിൽ മറ്റ് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകില്ല എന്നൊരു ആശ്വാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്രയും US സംഘർഷം ഒഴിഞ്ഞു നിൽക്കുന്ന ആ അവസരത്തിൽ ഇന്ത്യ പരമാവധി വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. ഇനി തീർത്ഥാടകരും അതുപോലെ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെ ഇറാനിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ ട്രാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനു മുൻപേ തന്നെ അവിടെ അടിയന്തര യാത്ര അല്ലാതെ മറ്റ് അനാവശ്യ യാത്രകൾ അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ജനുവരി 5-ന് തന്നെ ഇന്ത്യൻ എംബസി പ്രത്യേക നിർദ്ദേശം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നു. അതുപോലെ ഇന്ത്യക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്നുള്ള നിർദ്ദേശവും എംബസിയുടെ ഭാഗത്ത് നിന്ന് രണ്ടാമത് വീണ്ടും ഉണ്ടായി. അതുപോലെ സമീപത്ത് ഈ മധ്യ രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ഈ ഇസ്രായേലിലുള്ള ഇന്ത്യക്കാർക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ അവിടെയുള്ള ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. എന്തായാലും ഇനി അടുത്ത സംഘം വിദ്യാർത്ഥികൾ എപ്പോഴെത്തുമെന്നുള്ള കാര്യത്തിൽ നിലവിലൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള ഒഴിപ്പിക്കലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ. ലൈംഗിക പീഡന കേസിൽ റിമാൻഡിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാകും വിധി പറയുക. പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം അടച്ചിട്ട മുറിയിൽ കഴിഞ്ഞ ദിവസം കേസിന്റെ വാദം നടന്നിരുന്നു. IT നിയമപ്രകാരം വീഡിയോ കോൺഫറൻസിംഗ് മുഖേന രേഖപ്പെടുത്തിയ യുവതിയുടെ മൊഴി SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് രാഹുലിന്റെ അറസ്റ്റെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ VSSയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഇന്നലെ സീൽ ചെയ്ത കവറിൽ ഫലം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു. 15 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ശബരിമലയിൽ ഇപ്പോഴുള്ളത് പഴയ സ്വർണ്ണപ്പാളികൾ തന്നെയാണോ എന്നതിൽ വ്യക്തത വരുന്നത് കേസന്വേഷണത്തിൽ നിർണായകമാകും. പാളികളുടെ കാലപ്പഴക്കവും അതിലെ സ്വർണത്തിന്റെ അളവുമാണ് പരിശോധിച്ചത്. കേസിൽ റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായിട്ട് 90 ദിവസം പിന്നിട്ടു. മലപ്പുറം കരുവാരക്കുണ്ടിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കേസിൽ അറസ്റ്റിലായ 16-കാരനെതിരെ പോക്സോ വകുപ്പും ബലാത്സംഗ കുറ്റവും ചുമത്തും. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ കൂടുതൽ തെളിവുകൾ കൂടി ലഭിക്കും. ഇപ്പോൾ ആ 16-കാരൻ നൽകുന്ന മൊഴിയെ അടിസ്ഥാനമാക്കിയാണല്ലോ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് പുറത്തു വന്ന മൊഴികൾ? കേസിന്റെ അന്വേഷണം ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? അനുശ്രീ, ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളാണ് ഇന്നത്തെ ഉള്ളത് പൂർത്തിയാക്കാനുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നാണ് നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവാവ് ഈ 16-കാരൻ നൽകിയ മൊഴിയാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ളത്. ഇത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടുണ്ട് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതിനുശേഷം ഈ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു എന്നാണ് ഇതുവരേക്കുമുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോലീസ് നൽകുന്ന സൂചന. ഒന്ന്, ഈ കുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന സംശയം ഈ 16-കാരനുണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത്തരത്തിലൊരു കൃത്യം നടന്നത്, ഈ ഒരു ബലാത്സംഗം നടന്നത് ഈ പെൺകുട്ടി പുറത്തു പറയുമ്പോൾ വീട്ടിൽ പറയുമെന്നുള്ള ഭയം, അതേ തുടർന്ന് ആണ് ഇത്തരത്തിലൊരു കൃത്യം നടത്തിയതെന്ന്. ഈ 2 കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്താണ് ഇതിലേക്ക് നയിച്ചത് എന്നുള്ള. ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 16-കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റ് ആരെങ്കിലുമായിട്ട് ഈ കുട്ടിക്ക് സൗഹൃദമുണ്ടോ എന്നുള്ള സംശയം ഈ 16-കാരനുണ്ടായിരുന്നു. ഇത് ഈ ഒരു കൃത്യം നടത്തുന്നതിന് കാരണമായിട്ടുള്ള വിലയിരുത്തലും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം പോലീസിന് ലഭിക്കുക ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ്. അതിനുശേഷമാകും കൂടുതൽ നടപടികളിലേക്ക് പോകുക. അതേസമയം ഇപ്പോൾ പിടിയിലായിട്ടുള്ള 16-കാരനെതിരെ പോക്സോ വകുപ്പും കൊലക്കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഇയാളെ ജുവനൈൽ ജസ്റ്റിസ് കോടതിക്ക് മുമ്പിലായിരിക്കും ഹാജരാക്കുക എന്നാണ് അറിയാനാകുന്നത്. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്.
തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ അപ്പീൽ ഹർജിയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. 3 വർഷം തടവ് ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആന്റണി രാജു തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത്. ജനതാദൾ എസ് ഇന്നു മുതൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദളാകും. എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ 10-ന് ചേരുന്ന സമ്മേളനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ്, ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് എംഎൽഎക്ക് പതാക കൈമാറി ലയനം പ്രഖ്യാപിക്കും. കേരളത്തിൽ LDF-നും കേന്ദ്രത്തിൽ NDA-യ്ക്കും ഒപ്പമെന്ന പേരുദോഷം തിരുത്തിയാണ് 2 MLA-മാർ ഉൾപ്പെടെ സോഷ്യലിസ്റ്റ് ജനതാദളിൽ ചേരുന്നത്. ജനതാദൾ എസ് കേരള ഘടകത്തിന്റെ ഒത്താശയോടെ അടുത്തിടെ രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ. 2022 ഒക്ടോബർ 25-ന് ബംഗളൂരുവിൽ ചേർന്ന ജനതാദൾ എസ് ദേശീയ പ്ലീനറി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതിന് വിരുദ്ധമായി BJP-ക്കൊപ്പം ചേരാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചതിനാലാണ് കേരള ഘടകം പുതിയ പാർട്ടിയിൽ ലയിക്കുന്നത്. തിരുവനന്തപുരം കല്ലമ്പലത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 17 പേർക്ക് പരിക്ക്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. കൊടകര MBA കോളേജിൽ നിന്നുള്ളവർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അഭിലാഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? ഇപ്പോൾ ഈ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 2 പേരുടെ നിലവിലെ സാഹചര്യം എന്താണ്? അൻസറി, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. കൊടകര സൗഹൃദ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും വിഴിഞ്ഞം ഹാർബറിലേക്ക് പഠനയാത്രയ്ക്കായി എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിൽ ആകെ 40 പേരാണ് ഉണ്ടായിരുന്നത്. 40 വിദ്യാർത്ഥികളും അധ്യാപകരും ബസ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 17 പേർക്കാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ ബസ് പല ഭാഗങ്ങളിലും സർവീസ് റോഡ് വഴിയാണ് സഞ്ചരിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ പ്രധാന പാതയിൽ നിന്നും ഒരു സർവീസ് റോഡിലേക്ക് കയറിയ ഭാഗത്താണ് ബസ് ഇടതുവശത്തേക്ക് പാളുകയും ടയറുകൾ മണ്ണിൽ താഴ്ന്ന് ആ ഭാഗത്തേക്ക് തന്നെ ബസ് മറിയുകയുമാണ് ഉണ്ടായത്. ഈ റോഡിന് സമീപത്തുള്ള ഒരു വീടിന്റെ സൺഷെയ്ഡിൽ തട്ടിയാണ് ഈ ബസ് നിൽക്കുന്നത് നിലവിൽ ഉള്ളത്. ഇതിൽ ഉണ്ടായിരുന്ന പരിക്ക് പറ്റിയ 17 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥിയെ കൊല്ലം ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വാഹനത്തിലെ ഡ്രൈവർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അനുസരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർക്കെതിരെ തിരുനാവായ നിള മാഘ മഹോത്സവം സംഘാടക സമിതി. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ കളക്ടർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് വിമർശനം. കളക്ടറുടേത് സുതാര്യമായ നിലപാടല്ലെന്നും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ആരോപിച്ചു. മറ്റന്നാൾ മുതലാണ് നിള മാഘ മഹോത്സവം ആരംഭിക്കുന്നത്. ഒരു 3-4 ദിവസം മുമ്പ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരെത്തി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞശാല, ഈ യജ്ഞശാലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു പുഴയുടെ ഭാഗം ആഴമുള്ള ഭാഗത്തുള്ള ഒരു താൽക്കാലികമായിട്ടുള്ളൊരു തടിപ്പാലം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോപ്പ് മെമ്മോ തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ കളക്ടറും SP-യും എല്ലാം ചേർന്നിട്ട് ഇവിടുത്തെ സംഘാടക സമിതി ഭാരവാഹികളെ ഇത് അങ്ങനത്തെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി എന്നുള്ള നിലയ്ക്ക് വിളിച്ചിരുന്നു. നമ്മുടെ ആളുകൾ അവിടെ പോവുകയും എല്ലാ തരത്തിലും അഡ്മിനിസ്ട്രേഷനുമായിട്ട് സഹകരിക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഇതിൻ്റെ സുരക്ഷയൊക്കെ മുൻനിർത്തി എന്നുള്ളതുപോലെ കുറേ നിർദ്ദേശങ്ങൾ, കുറച്ച് ആവശ്യങ്ങൾ കളക്ടർ ഉന്നയിച്ച് അല്ലാതെ സ്റ്റോപ്പ് മെമ്മോ റദ്ദാക്കുകയോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു അനുമതി രേഖാമൂലം നൽകുകയോ ചെയ്തിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ കളക്ടറെ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ മറ്റന്നാളാണ് ഈ മാഘ മഹോത്സവം ആരംഭിക്കാനിരിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അനിശ്ചിതത്വത്തിലായ സാഹചര്യമാണോ ഉള്ളതിപ്പോൾ? അനുശ്രീ, കളക്ടറുടെ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുമ്പോഴും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങൾ ഉണ്ടാവുകയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സംഘാടക സമിതിക്കാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുകയാണ് ജില്ലാ ഭരണകൂടം ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം സാധു ആനന്ദവനം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു വലിയ ചടങ്ങ് നടക്കുന്ന കാര്യം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു. അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണെന്നും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പോകാനുള്ള നിർദ്ദേശം വാക്കാൽ നൽകിയെന്നുമാണ് സംഘാടക സമിതി പറയുന്നത്. അതിനുശേഷം ദിവസങ്ങൾക്ക് പിന്നിട്ട് ഈ ഒരു
തിരുനാവായിലെ പരിപാടികൾ തുടങ്ങാൻ 2-3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുള്ളത്. ഈ 70% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇവിടെ അനുവാദമില്ല എന്ന് പറയുന്നതിൽ അതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നിരിക്കുന്നത്. സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ ഇപ്പോഴും ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയ സുരക്ഷാ സംവിധാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറെ കൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് എന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നത് എന്നാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ 1,50,000 മുകളിൽ ആളുകൾ എത്താൻ പോകുന്ന സ്ഥലമാണ്. അവിടെ ഈ പുഴയ്ക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു നടപ്പാലമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. കവുങ്ങ് ഉപയോഗിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുരക്ഷ ഉറപ്പാക്കാതെ ഇവിടെ എത്തുന്ന ആളുകളുടെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രായോഗികമായിട്ട് ഇതിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിന് ഈ ഒരു മാഘമഹോത്സവമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇവിടെ 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ഈ സ്റ്റോപ്പ് മെമ്മോ പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണമായി പറയുന്നത് സർക്കാർ നിഷ്കർഷിക്കുന്ന ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അത് പൂർത്തീകരിക്കാനും പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുവാനും സംഘാടക സമിതി ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. രണ്ടാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടക സമിതിക്കായിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അപ്പോൾ നടപടികളുമായി ഈ ഒരു മാഘമഹോത്സവമായിട്ട് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംഘാടക സമിതിക്കും മറ്റും യാതൊരു ആശങ്കയില്ല. മറ്റന്നാൾ തിങ്കളാഴ്ച ഗവർണർ വരാനിരിക്കുന്നു. അതിനു മുൻപുള്ള ചടങ്ങുകളൊക്കെ അതിന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും നാളെയും ഒക്കെയായിട്ട് ബലിക്രിയ, ശ്രാദ്ധക്രിയ ചടങ്ങുകളൊക്കെ ഈ മുന്നോടിയായിട്ടുള്ളത് പൂർത്തിയാക്കും. തിങ്കളാഴ്ച ഗവർണർ വന്ന് ഇതിൻ്റെ ധ്വജാരോഹണം, കൊടിയുയർത്തൽ ചടങ്ങ്, കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങ് നടക്കും. അപ്പോൾ ഈ നിശ്ചയിച്ച പോലെ തന്നെ ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോഴും ജില്ലാ ഭരണകൂടം നൽകിയ സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സംഘാടക സമിതിയുടെ മുമ്പിലുള്ള ആശങ്ക. അക്കാര്യമാണ് സാധു ആനന്ദവനം പങ്കുവച്ചത്. അനുമോദ്, അതുപോലെ ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ സംഘാടക സമിതിക്കാണ് അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത്. അതിൽ സംഘാടക സമിതി എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്കുകൾ നടത്തുന്നുണ്ടോ? അതിലെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണ് നിർമ്മാണം നടത്തുന്നത് എന്നാണ് സംഘാടക സമിതി പറയുന്നത്. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ താൽക്കാലിക പാലം നിർമ്മിച്ചതിന് ശേഷം ഏതെങ്കിലും സുരക്ഷാ ഏജൻസികളെ കൊണ്ട് അതിൻ്റെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും അധികം ആളുകളെ ഉൾക്കൊള്ളാൻ ഈ ഒരു സംവിധാനം മതിയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം, തിരുനാവായ നവാമുകുന്ദ ക്ഷേത്ര പരിസരം എന്ന് പറയുമ്പോൾ അവിടെ സാധാരണഗതിയിൽ തന്നെ ഏറെ തിരക്കേറിയ സമയമാണ് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഈ ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട്. അവിടേക്ക് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒരുപാട് ദിവസം എത്തുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് ആ ഒരു പുഴയുടെ തീരത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. അതുകൊണ്ടാണ് പുഴയുടെ മണൽത്തിട്ടയിലേക്ക് കൂടി ഈ ഒരു നടപടികൾ, ഇതിൻ്റെ ചടങ്ങുകൾ വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ മണൽത്തിട്ടയിലേക്ക് എത്താൻ ഈ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചേ മതിയാകൂ. അതിൻ്റെ അനുമതി നേരത്തെ സംഘാടകർ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകാനായിട്ടല്ല, ഇതല്ലേ ഭരണകൂടവും ഉദ്യോഗസ്ഥരും അത് വൈകിപ്പിക്കുകയായിരുന്നു എന്നൊരു ആരോപണമാണ് മറുപടിയായിട്ട് സംഘാടകർ പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഈ നേരത്തെ ജില്ലാ ഭരണകൂടം നൽകിയ 21 കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സംഘാടക സമിതി പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊക്കെ ഒരു ആശങ്കയുണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ അപേക്ഷ നൽകിയിട്ടും കാര്യങ്ങൾ അറിയിച്ചിട്ടും ഈ നടപടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വൈകിപ്പിച്ചത് ശരിയായ രീതിയായിരുന്നില്ല എന്ന ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്ഷേപമാണ് സംഘാടക സമിതിയുടെ ഭാഗത്തും ഉയരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊന്നും ഇതുവരെയും ഇവിടെ തടസ്സം വന്നിട്ടില്ല. നടപടികൾ നിശ്ചയിച്ച പോലെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ശരി, CV അനുമോദാണ്. കാന്തപുരത്തിന്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ വാക്പോരുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഭൂരിപക്ഷ വർഗീയതയോടും ന്യൂനപക്ഷ വർഗീയതയോടും സന്ധിയിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ശക്തമായ നിലപാടെടുത്തതിനാലാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ സംഘർഷവും ഉണ്ടാകാത്തത്. രാജ്യവ്യാപകമായി മുസ്ലിം വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുന്നുവെന്നും ന്യൂനപക്ഷത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ഈ 2 വർഗീയതയും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വർഗീയതയെ എതിർക്കുന്നത്
മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് മാത്രമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സമൂഹമാകെ വർഗീയത എതിർക്കാൻ തയ്യാറാവണം. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഭൂരിപക്ഷത്തിലും ന്യൂനപക്ഷത്തിലും മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മതനിരപേക്ഷതയുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ വർഗീയതയെ തുരത്താനാവുകയുള്ളൂ, വർഗീയതയെ ഒറ്റപ്പെടുത്താനാവുകയുള്ളൂ. അപ്പോൾ വർഗീയതയോട്, ഏത് വർഗീയതയായാലും ഒരു തരത്തിലുള്ള മൃദു സമീപനവും സ്വീകരിച്ചു പോകാൻ സാധാരണ നിലക്ക് പാടില്ല. അത് മതനിരപേക്ഷതയ്ക്ക് ആപത്ത് മാത്രമേ ഉണ്ടാക്കൂ. അങ്ങനെ മൃദു സമീപനം സ്വീകരിച്ചാൽ അതിൻ്റെ അർത്ഥം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നതാണ്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സമീപനം പൊതുവെ നമുക്ക് സ്വീകരിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു വശത്ത് മതേതരത്വം പറഞ്ഞ് മറുവശത്ത് വിദ്വേഷം പറയുന്നവരെ പൊന്നാടിയിട്ട് സ്വീകരിക്കരുതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടി. വെള്ളാപ്പള്ളിയുമൊത്തുള്ള കാർ യാത്ര പരോക്ഷമായി പരാമർശിച്ചായിരുന്നു വിമർശനം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോട്ടെ എന്ന് വെക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക, വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക, പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക, അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനെതിരായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം. അതിന് കാപട്യമല്ല വേണ്ടത്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. എന്നാൽ രാഷ്ട്രീയ പ്രസംഗം പൂർണ്ണമായി കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ തള്ളി. ഇത് രാഷ്ട്രീയ സമ്മേളനമല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇവിടെ ഐക്യവും സന്തോഷവും എല്ലാം ഉണ്ടാകണം. അതേസമയത്ത് ഈ ഐക്യവും സ്നേഹവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി ആരും ഉപയോഗപ്പെടുത്താതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഹൗറയ്ക്കും ഗുവാഹത്തിക്കും ഇടയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന് പച്ചക്കൊടി വീശും. തുടർന്ന് ഉച്ചയ്ക്ക് 1:45 മാൾഡയിൽ തന്നെ നടക്കുന്ന പൊതുചടങ്ങിൽ 3250 കോടി രൂപയിലധികം മൂല്യമുള്ള റെയിൽ റോഡ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. കേരളത്തിന്റെ റെയിൽവേ ചരിത്രത്തിൽ പുതുയുഗം പിറക്കുകയാണ്. ജനുവരി 23 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പുതിയ അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വന്ദേ ഭാരതിലെ വേഗതയും സൗകര്യങ്ങളും ഇനി സാധാരണക്കാരന്റെ പോക്കറ്റിന് ഇണങ്ങുന്ന നിരക്കിൽ ലഭ്യമാകുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. അത്യാധുനിക പുഷ്പുൾ സാങ്കേതിക വിദ്യയോടെ എത്തുന്ന അമൃത് ഭാരത് എക്സ്പ്രസുകൾ കേരളത്തിലെ ഗതാഗത ക്ലേശത്തിന് അന്ത്യം കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ തലസ്ഥാന നഗര ഭരണം പിടിച്ചതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി BJP തന്ത്രങ്ങൾ ഒരുക്കുന്നതിനിടെയാണ് ഈ നീക്കമെന്ന രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിനുണ്ട്. കേരളത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ വേഗതയും കരുത്തും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ജനുവരി 23 കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ വികസനത്തിന്റെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ രേഖപ്പെടുത്തേണ്ട ഒരു ദിനമായി മാറുകയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പുത്തൻ അമൃത് ഭാരത് എക്സ്പ്രസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുമ്പോൾ അത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ യാത്രക്കാരുടെ കാലങ്ങളായുള്ള സ്വപ്നങ്ങൾക്കാണ് പച്ചക്കൊടി കാട്ടുന്നത്. ആധുനിക സൗകര്യങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റിന് ഇണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുക എന്ന ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ നയത്തിന്റെ പൂർത്തീകരണമാണ് ഈ പുതിയ ട്രെയിനുകളിലൂടെ നാം കാണുന്നത്. കേരളത്തിലെ ട്രെയിൻ യാത്രകൾ പലപ്പോഴും തിരക്കിന്റെയും പരിമിതമായ സൗകര്യങ്ങളുടെയും കഥകളാണ് പറയാറുള്ളത്. എന്നാൽ വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ വരവോടെ മലയാളികൾ വേഗമേറിയ യാത്രയെ സ്നേഹിച്ചു തുടങ്ങി. വന്ദേ ഭാരത് ഉന്നത നിലവാരമുള്ള യാത്ര വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടിക്കറ്റ് നിരക്കുകൾ സാധാരണക്കാരായ ദീർഘദൂര യാത്രക്കാർക്ക് പലപ്പോഴും വെല്ലുവിളിയായിരുന്നു. ഈ ഒരു വിടവ് നികത്താനാണ് അമൃത് ഭാരത് എക്സ്പ്രസുകൾ എത്തുന്നത്. ആഡംബരവും വേഗതയും സൗകര്യങ്ങളും ഒത്തുചേരുന്ന എന്നാൽ സ്ലീപ്പർ ക്ലാസും ജനറൽ കോച്ചുകളും അടങ്ങുന്ന ഈ ട്രെയിനുകൾ യഥാർത്ഥത്തിൽ സാധാരണക്കാരൻ്റെ വന്ദേ ഭാരത് തന്നെയാണ്. ദക്ഷിണേന്ത്യയിലെ റെയിൽവേ ശൃംഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ പദ്ധതിയിൽ കേരളത്തിന് ലഭിക്കുന്ന മുൻഗണന ശ്രദ്ധേയമാണ്. പുതിയ ട്രെയിനുകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ കേരളത്തിലെ വൈവിധ്യമാർന്ന യാത്രികരുടെ ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞതായി കാണാം നമുക്ക്. തിരുവനന്തപുരം താമ്പരം സർവീസ് ചെന്നൈ നഗരവുമായി കേരളത്തിൻ്റെ തലസ്ഥാനത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും. ചെന്നൈയിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായ മലയാളികൾക്ക് നിലവിലെ ട്രെയിനുകളിലെ തിരക്ക് ഒരു വലിയ ശാപമായിരുന്നു. താമ്പരം ടെർമിനലിലേക്ക് ഈ പുതിയ ട്രെയിൻ എത്തുന്നതോടെ യാത്രാസമയം ലാഭിക്കാനും കൂടുതൽ സുഗമമായ യാത്ര ഉറപ്പാക്കാനും സാധിക്കും. അതുപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നതാണ് തിരുവനന്തപുരം ഹൈദരാബാദ് സർവീസ്. ഇന്ത്യയുടെ IT ഹബ്ബുകളിലൊന്നായ ഹൈദരാബാദിലേക്ക് നിലവിൽ നേരിട്ടുള്ള ട്രെയിനുകൾ ഉണ്ടെങ്കിലും സീറ്റുകളുടെ ലഭ്യത പലപ്പോഴും വലിയൊരു പ്രശ്നമായിരുന്നു. IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഈ പുത്തൻ സർവീസ് വലിയൊരു അനുഗ്രഹമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീരദേശ നഗരങ്ങളെയും മലബാർ മേഖലയെയും തെക്കൻ കേരളവുമായി കൂടുതൽ അടുപ്പിക്കുന്ന ഒന്നാണ് നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് എക്സ്പ്രസ്. കേരളത്തിൻ്റെ നെടുകയുള്ള ഈ യാത്ര 10,000-കണക്കിന് വ്യാപാരികൾക്കും തീർത്ഥാടകർക്കും ഗുണകരമാകും. നാഗർകോവിൽ ചർലപ്പള്ളി സർവീസ് തെലങ്കാനയുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുമ്പോൾ പ്രാദേശിക യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ സർവീസും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. കേവലം വേഗതയേറിയ ദീർഘദൂര ട്രെയിനുകൾ മാത്രമല്ല, പ്രാദേശികമായി ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ചെറിയ റൂട്ടുകളും വികസനം എത്തിക്കുക എന്ന സമഗ്രമായ സമീപനമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. അമൃത് ഭാരത് എക്സ്പ്രസുകളുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ പുഷ് പുൾ സാങ്കേതിക വിദ്യയാണ്. ട്രെയിനിൻ്റെ മുന്നിലും പിന്നിലും ഓരോ എഞ്ചിനുകൾ വീതം ഘടിപ്പിക്കുന്ന ഈ രീതി യാത്ര തുടങ്ങുമ്പോഴും വേഗത കുറയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ജർക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഇത് യാത്രക്കാർക്ക് കൂടുതൽ സുഖകരമായ അനുഭവം നൽകുന്നു എന്ന് മാത്രമല്ല, ട്രെയിനിൻ്റെ ശരാശരി വേഗത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. വായു സഞ്ചാരം ഉറപ്പാക്കുന്ന മികച്ച സീറ്റുകൾ, ആധുനികമായ ശൗചാലയങ്ങൾ, മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, CCTV ക്യാമറകൾ തുടങ്ങി വന്ദേ ഭാരതിനെ ഓർമ്മിപ്പിക്കുന്ന ഒട്ടനവധി സൗകര്യങ്ങൾ ഈ നോൺ AC ട്രെയിനുകളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ റെയിൽവേ ലക്ഷ്യം വയ്ക്കുന്നത്. കേരളത്തിൻ്റെ റെയിൽവേ വികസനം ദശാബ്ദങ്ങളായി മുരടിച്ചു നിൽക്കുന്നു എന്ന പരാതിക്ക് ഈ പുതിയ പദ്ധതികൾ വലിയൊരു മറുപടിയാണ്. തിരുവനന്തപുരം, പാലക്കാട്, കോയമ്പത്തൂർ പോലെയുള്ള സ്റ്റേഷനുകൾ അമൃത് ഭാരത് സർവീസുകളുടെ പ്രധാന സ്ഥിരാകേന്ദ്രങ്ങളാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാപാര വാണിജ്യ ബന്ധങ്ങൾക്കും പുതിയൊരു ഉണർവ് നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുമുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾക്ക് സമാനമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിലൂടെ ട്രെയിനിനുള്ളിൽ മാത്രമല്ല, റെയിൽവേ പരിസരത്തും ലോകോത്തര നിലവാരത്തിലുള്ള അനുഭവമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിമർശകർ പലപ്പോഴും വന്ദേ ഭാരത് പോലെയുള്ള പ്രീമിയം ട്രെയിനുകളെ എതിർക്കുന്നത് അവ സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. എന്നാൽ അമൃത് ഭാരത് ആ വിമർശനങ്ങളെ പാടെ ഇല്ലാതെയാക്കുകയാണ്. വരേണ്യവർഗത്തിന് മാത്രമല്ല, സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർക്കും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയണം എന്ന സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് കൂടി ഇതിന് പിന്നിലുണ്ട്. ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ട്രാക്കുകളുടെ നവീകരണവും സിഗ്നലിംഗ് സംവിധാനങ്ങളിലെ മാറ്റവും അനിവാര്യമാണ്. കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് നിലവിലുള്ള ട്രാക്കുകളിൽ വലിയ വേഗത സാധ്യമല്ലെങ്കിലും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള എഞ്ചിനുകൾ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്നത് ഉറപ്പാണ്. ജനുവരി 23-ന് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വലിയ പിന്തുണ കൂടിയാണ്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനും പാലക്കാട് ഡിവിഷനും കൈകോർത്ത് പ്രവർത്തിക്കുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ശക്തിപ്പെടുത്തും. ചരക്ക് നീക്കത്തിനും വിനോദസഞ്ചാരത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് പുതിയ റൂട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ IT മേഖലയിൽ നിന്ന് ഹൈദരാബാദിലേക്കോ മലബാറിൻ്റെ തീരദേശങ്ങളിൽ നിന്ന് ദക്ഷിണ തമിഴ്നാട്ടിലേക്കോ ഉള്ള യാത്രകൾ ഇനി ക്ലേശകരമാകില്ല.
റെയിൽവേയുടെ ഈ കുതിച്ചുചാട്ടം കേരളത്തിലെ യുവതലമുറയ്ക്കും ഉദ്യോഗാർത്ഥികൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു കാട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. റെയിൽവേയുടെ ഭാവി ഇനി വേഗതയേറിയതും സുരക്ഷിതവും സുസ്ഥിരവുമാണ്. ഓരോ പുതിയ ട്രെയിനും ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾക്കും വ്യാപാര സാധ്യതകൾക്കുമാണ് വഴി തുറക്കുന്നത്. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടെ കേരളത്തിന്റെ ഉൾനാടൻ ടൂറിസം മേഖലയ്ക്കും പുതിയ ഉണർവ് ലഭിക്കും. അമൃത് ഭാരത് എക്സ്പ്രസുകൾ ട്രാക്കുകളിൽ ഓടിത്തുടങ്ങുന്നതോടെ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ റെയിൽവേ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിനാണ്. ആധുനിക ഇന്ത്യയുടെ വികസന കുതിപ്പിൽ കേരളവും മുൻനിരയിലുണ്ട് എന്ന് ഈ പദ്ധതികൾ അടിവരയിടുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി ഫൊക്കാന പ്രസിഡന്റ് സജി മോൻ ആന്റണി. 25 മിനിറ്റോളം നീണ്ടുനിന്ന ചർച്ചയിൽ ഇന്ത്യയിലെയും അമേരിക്കയിലെയും രാഷ്ട്രീയവും സാമൂഹികവുമായ സാഹചര്യം ചർച്ചയായി. 2026 ഓഗസ്റ്റ് 6 മുതൽ 9 വരെ കലഹരി റിസോർട്ടിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനിലേക്കുള്ള ക്ഷണം ഉപരാഷ്ട്രപതി അനുഭാവപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. സജിമോൻ ആന്റണിയെ ഉപരാഷ്ട്രപതി ഫലകം നൽകി ആദരിച്ചു. BJP തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് മേനോൻ, അഡ്വക്കേറ്റ് അഖിലസ്, സുനിൽ പാറയ്ക്കൽ എന്നിവരും അവസാനവട്ട ചർച്ചയിൽ സജിമോനോടൊപ്പം പങ്കെടുത്തു. UAPA കേസിൽ കശ്മീരി വിഘടനവാദി നേതാവും ദുക്തരൻ മില്ലത്തിന്റെ മേധാവിയുമായ ആസിയ ആന്ത്രാബിയുടെ ശിക്ഷ ഇന്ന് വിധിക്കും. കേസിൽ ആസിയ കുറ്റക്കാരിയാണെന്ന് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ഭീകരരുമായി ഇവർ ബന്ധം പുലർത്തിയിരുന്നെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നും കോടതി കണ്ടെത്തി. UAPA സെഷൻ 18, 38 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചത്. ഇവരുടെ 2 അനുയായികൾ കൂടി കേസിൽ പ്രതികളാണ്. 2026 ആദ്യ സൂര്യഗ്രഹണം ഇന്ന് ദൃശ്യമാകും. ചന്ദ്രൻ സൂര്യന്റെ മധ്യഭാഗത്തെ മറയ്ക്കുകയും സൂര്യന്റെ വശങ്ങൾ ചുവന്ന ഓറഞ്ച് നിറത്തിൽ ഒരു മോതിരം പോലെ ദൃശ്യമാവുകയും ചെയ്യുന്ന അന്യുലാർ അഥവാ അഗ്നിവലയ സൂര്യഗ്രഹണമായിരിക്കും ഇന്ന് കാണാനാവുക. ഈ പ്രതിഭാസത്തിനിടെ സൂര്യന്റെ 96% ചന്ദ്രനാൽ മറയ്ക്കപ്പെടും. ഏകദേശം 2 മിനിറ്റ് 20 സെക്കൻഡ് വരെ ഈ അപൂർവ കാഴ്ച നീണ്ടു നിൽക്കും. രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ കാത്തുസൂക്ഷിക്കാനും ആഗോളതലത്തിൽ UAEയുടെ ഖ്യാതി ഉയർത്തിപ്പിടിക്കാനും ജനത കാട്ടിയ ഐക്യദാർഢ്യത്തിന്റെ ഓർമ്മ പുതുക്കലാണിന്ന്. രാജ്യം ഈ സുപ്രധാന ദിനം ആചരിക്കുമ്പോൾ ഐക്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആഹ്വാനം ചെയ്തു. രാവിലെ 11-ന് രാജ്യത്തെ എല്ലാ ദേശീയ മാധ്യമങ്ങളിലൂടെയും UAE ദേശീയ ഗാനം അവതരിപ്പിക്കും. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയേക്കാം. ഇനി നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. അവിടെ കലോത്സവം അങ്ങനെ പൊടിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. തൃശ്ശൂരിൽ കലാപൂരം. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ സമാപിക്കും. പോയിന്റ് നിലയിൽ കണ്ണൂരും കോഴിക്കോടും തമ്മിലാണിപ്പോൾ പോരാട്ടം. കണ്ണൂർ 739 പോയിന്റും കോഴിക്കോട് 728 പോയിന്റും നേടിയിട്ടുണ്ട്. നിലവിൽ തൃശൂരാണ് 3-ാം സ്ഥാനത്തുള്ളത്. നവമി ദിനേശ് ചേരുന്നുണ്ട് കലോത്സവ നഗരിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്തൊക്കെയാണ് മത്സര ഇനങ്ങൾ? പ്രധാനമായും നാളെ സമാപിക്കാനിരിക്കുകയാണ് കലോത്സവം. കണ്ണൂർ തന്നെ കപ്പ് കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ. എന്തൊക്കെയാണ് ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ പ്രധാനമായും? അതെ അനുശ്രീ, എന്തായാലും കണ്ണൂരാണ് നിലവിൽ മുന്നിട്ട് നിൽക്കുന്നത്. കണ്ണൂർ തന്നെ സ്വർണ്ണക്കപ്പുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു മാറ്റം സംഭവിക്കാൻ കോഴിക്കോട് തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. തൃശ്ശൂരും 3-ാം സ്ഥാനത്തായി തുടരുന്നുണ്ട്. എങ്കിൽ പോലും കണ്ണൂരിനാണ് അല്പം മുൻഗണനയായി നിൽക്കുന്നത്. എന്തായാലും ഇന്നും മത്സരങ്ങളുണ്ട്. നാളെ ഉച്ചവരെ ആയിരിക്കും മത്സരം. കാരണം നാളെ വൈകിട്ടാണ് സമാപന സമ്മേളനം നടക്കുക. അതിൽ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനത്തിനായി എത്തുന്നത്. വിശിഷ്ട അതിഥിയായി നടൻ മോഹൻലാൽ ഉള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളും നിറഞ്ഞ സദസ്സുകളിൽ തന്നെ ആയിരിക്കും. രാവിലെയും വൈകുന്നേരവുമായി വിവിധ കലാപരിപാടികളുണ്ട്.
നാടകമുണ്ട്, കഥകളി ഗ്രൂപ്പുണ്ട്. അതോടൊപ്പം തന്നെ 2 ആദിവാസി കലാരൂപങ്ങൾ കൂടി ഇന്ന് മത്സര ഇനത്തിൽ എത്തുന്നുണ്ട്. അങ്ങനെ വിപുലമായി തന്നെ വളരെ സന്തോഷകരമായും ആഹ്ലാദപരമായും ഒക്കെ എല്ലാ സ്റ്റേജുകളിലും നിറഞ്ഞ സദസ്സുകളിൽ തന്നെയാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ മെയിൻ വേദിയിലാണ്, സൂര്യകാന്തി മെയിൻ വേദിയിലാണ്. ഇവിടെ ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ചേച്ചിമാരൊക്കെ രാവിലെ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ്. ഓരോ മത്സരം കഴിയും തോറും ഇവരവിടെ വൃത്തിയാക്കി അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കൊണ്ടു നടക്കുന്നത്. ചേട്ടന്മാരെങ്ങ് വന്നേ, പറയൂ എവിടുന്നാ? വന്നാണ് അമ്പലത്തിൽ വടക്കുന്നാഥനെ കാണാൻ വന്നതാണ്. കണ്ടിട്ട് പോകുന്നത്. അടിപൊളി. അപ്പൊ ഇന്ന് വൈകുന്നേരം പോകുന്നുള്ളൂ. ഏത് മത്സരം കാണാനാണ് വന്നത്? മോഹിനിയാട്ടം, ഇഷ്ടം. രണ്ടുപേരും ടിവിയിൽ കൂടിയാണ്. മുമ്പ് കലോത്സവം വേദികളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ തൃശ്ശൂരിന്റെ കൂടി കാണാമെന്ന് കരുതി വന്നതാണ് അല്ലേ? എന്നാലും രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ 2 ചേട്ടന്മാരാണ്. അവരും കലോത്സവം കണ്ട് മടങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ നടനും കലാകാരനുമായിട്ടുള്ള നന്ദകിഷോർ ചേരുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് അദ്ദേഹവുമായി അദ്ദേഹത്തോട്. ഇപ്പോൾ നാളെ സമാപിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ നല്ലതാ. ഗംഭീരമായിട്ട് 64 കലയും ശരിക്കും തികഞ്ഞ് ശോഭിക്കുന്നുണ്ട്. അതെ, പെർഫോമൻസ് ഗംഭീരമാണ്. അപ്പൊ നാളെ കഴിയണു എന്നൊരു ചെറിയ മനപ്രയാസം സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. അതിപ്പോ തലേദിവസം നമുക്ക് ഈ കല്യാണത്തിന്റെ തലേദിവസം പോലെ ഒന്ന് അതെ, നാളെ ഇപ്പൊ ഫിനാലിയാണ്. അത് അപ്പൊ ആർക്ക് കപ്പ് കിട്ടും നമുക്ക് നോക്കാം. അതെ, കപ്പ് ആർക്ക് കിട്ടിയാലും ശരി ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനം. അതെ, അതുകൊണ്ട് ഇതിപ്പോ ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ മിക്കവാറും പരിപാടികൾക്കൊക്കെ നല്ല സദസ്സ് കണ്ടതിലും അതുപോലെ തന്നെ വാശിയേറിയ മത്സരം നടന്നതിലും മത്സരം അപ്പീലുകളുടെ എണ്ണം കൂടുകയെന്ന് ഒരു വാർത്ത അവിടെ കണ്ടു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും അത് ശത്രുതയിലേക്ക് പോകാതെ യുവജനോത്സവം ഇതിപ്പോൾ കുട്ടികളുടെ ഉത്സവമാണല്ലോ, അത് മുതുജനോത്സവമായി മാറാതെ അച്ഛനമ്മ തമ്മിലുള്ള ഫൈറ്റായി മാറാതെ പോകുന്നത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പം തൃശ്ശൂർക്കാരുടെ ഒരു ജനപങ്കാളിത്തം അത് പറയാതിരിക്കാൻ കഴിയില്ല. വൈകുന്നേരം ആകുമ്പോൾ ഇവിടേക്ക് അങ്ങ് നിറയും. വൈകുന്നേരം ഇപ്പം ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഇവിടെ ഞങ്ങൾ നിറയ്ക്കുന്നത് പൂരം പുലിക്കളി ഞങ്ങൾ ഇവിടെ നിറയ്ക്കുന്നതാണ്. ബോൺനത്താലെ ഞങ്ങൾ ഇവിടെ നിറയ്ക്കുന്നതാണ്. അപ്പം അങ്ങനെ ഇവിടെ എന്ത് ഫെസ്റ്റിവൽ നടന്നാലും ഇതൊരു ശരിക്കും പറഞ്ഞ ഉത്സവ നഗരമാണ്. അതെ, പൂരനഗരം, ഉത്സവ നഗരം, അങ്ങനെ പലതരത്തിലുള്ള ഇതുകൊണ്ട് നടക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കലാപ്രകടനത്തിന്റെ ആവിഷ്കാരമാകുമ്പോൾ അവിടെ അനവധി ആളുകൾ പങ്കെടുക്കാൻ പറ്റുന്നത് സ്വാഭാവികമാണ്. അത് ഞങ്ങളുടെ ഒരു രക്തത്തിൽ അഞ്ഞേറുന്ന സാധനം. അതെ, തൃശ്ശൂർക്കാർക്ക് ഉത്സവമാണ്. അതിവിടെ എല്ലാം അവര് വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കും. അവരുടെ ഒരു നമ്മൾ കാണുന്നതാണ് തൃശ്ശൂർ പൂരമായിക്കോട്ടെ പുലിക്കളി ആയിക്കോട്ടെ, തൃശ്ശൂർക്കാർ അതിനെ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് കലോത്സവ പൂരവും. വളരെ മനോഹരമായിട്ടാണ് ഈ തൃശ്ശൂര് ഈ ഒരു കലോത്സവത്തിന് വേണ്ടി ആതിഥ്യം അരുളുന്നത്. അനുശ്രീ, മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. അതായത് ചരിത്രത്തിലാദ്യമായി, അതായത് കലോത്സവത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഓൺലൈനിലൂടെ ഒരു കുട്ടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. അത് അറബിക് പോസ്റ്റർ ഡിസൈനിങ് ആണ്. ആ കുട്ടിക്ക് ഒരു അസുഖമുണ്ട്. അത് അസുഖത്തെ കാരണം ആ കുട്ടിയുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ്. കാസർഗോഡ് സ്വദേശിയാണ്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അങ്ങനെ ആ കുട്ടിക്ക് അധിക നാൾ ആയുസില്ല. അപ്പോൾ അത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തെഴുതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിയ ഫാത്തിമ എന്നാണ് ആ കുട്ടിയുടെ പേര്. കുട്ടി കാസർഗോഡ് സ്കൂളിൽ നിന്നാണ്. കുട്ടിക്ക് ഡിസംബറിലാണ് ജില്ലാ തലത്തിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എ ഗ്രേഡ് കിട്ടുകയും സംസ്ഥാനത്തേക്ക് വരാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടായത്. അതിനിടയിലാണ് ആ കുട്ടിക്ക് ഈ അസുഖം കലശലാകുകയും ഐസൊലേഷനാണ്, അതായത് ക്വാറന്റൈൻ ആണ്. മറ്റാരും തന്നെ അച്ഛനും അമ്മയും അല്ലാതെ ആ റൂമിൽ മറ്റാരും കയറാൻ പാടില്ല. അങ്ങനെ വളരെ കുറച്ച് ഗുരുതരമായിട്ടുള്ള അസുഖത്തിലാണ് ആ കുട്ടി. പക്ഷെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ആ കുട്ടി കത്തെഴുതി തനിക്ക് സംസ്ഥാനത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്, പക്ഷെ തൃശ്ശൂരിലേക്ക് വരാൻ കഴിയില്ല, എന്തെങ്കിലും സഹായം ചെയ്യണം, എനിക്കത് മത്സരിക്കണം, ഇനി ഞാൻ മരിച്ചു പോയാലോ എന്നൊക്കെ കരുതിയിട്ടൊരു വൈകാരികമായിട്ടൊരു കത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് കിട്ടുകയുണ്ടായി. അദ്ദേഹം അത് വായിച്ചിട്ട് അതിന്റെ കളക്ടറെയൊക്കെ വിളിച്ച അതിന്റെ സ്ഥിതി എന്താണെന്നൊന്നും നോക്കിയതിന് ശേഷം ഏത് രീതിയിൽ നമുക്ക് ഈ കുട്ടിയെ കൂടി കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിയുമെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പൊക്കെ ഇടപെട്ടുകൊണ്ട് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എടുക്കുകയും അത് ജെന്യുവിനായിട്ടുള്ള, അതായത് ആ കുട്ടിക്ക് വളരെ മാരകമായിട്ടുള്ള അസുഖമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ആ വിദ്യാഭ്യാസ മന്ത്രി ഉടനെ ഉത്തരവിടുന്നുണ്ട്. ആ കുട്ടിയെ നമുക്ക് ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കാം. അത് കാസർഗോഡ് തന്റെ വീട്ടിൽ മുറിയിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും ആ
മത്സരത്തിൽ പങ്കെടുക്കുക. അത് 11 മണിക്കാണ് വേദി 17. അവിടെ അത് തത്സമയമായി കാണിക്കുകയും ചെയ്യും. നമുക്ക് അതും പ്രേക്ഷകരെ കാണിക്കാം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അതിൽ ആ കുട്ടിയുടെ വിഷമം കേട്ടത് അത് വലിയൊരു അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇന്നലെയാണ് അദ്ദേഹം അത് മാധ്യമപ്രവർത്തകരോട് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. വലിയൊരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് അതിനെ അടയാളപ്പെടുത്താം. അങ്ങനെ ഒരു കുട്ടിക്ക് പോലും വിഷമം ഉണ്ടാകാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവർക്കൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ മനുഷ്യ സാധ്യമായ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം തന്നെ ഇത്തവണയും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതും വലിയ ഒരു അഭിനന്ദിക്കേണ്ട ഒരു സംഭവമായി തന്നെ നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അങ്ങനെ ഒരു നിമിഷത്തിന് കൂടിയാണ് ഇന്ന് തൃശ്ശൂരിലെ കലോത്സവ വേദി സാക്ഷ്യം വഹിക്കുന്നത്. ഇനി നാളെയാണ് സമാപന സമ്മേളനം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, നന്ദകിഷോർ പറഞ്ഞതുപോലെ, നാളെ ഇത് സമാപിക്കുന്നതിന്റെ ഒരു വിഷമമുണ്ട്. നാളെ ഇത് എല്ലാവരും മടങ്ങിപ്പോകും. നാളെ കഴിഞ്ഞിട്ട് ഈ സമയം ശൂന്യമായിരിക്കും തൃശ്ശൂർ നഗരി. ഇത്രയും ദിവസം ഒരു ഉത്സവം തന്നെയായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ എന്ത് മനോഹരമായിട്ടാണ് ഇവിടെ അലങ്കരിച്ച് അത് കാണാൻ ആളുകൾ എത്തുന്നു. വലിയ ബഹളം, കുട്ടികളുടെ കലാപ്രകടനങ്ങൾ, എവിടെ നോക്കിയാലും കലാകാരന്മാര് മാത്രമായിരിക്കും. അങ്ങനെയാണ് ഈ കലോത്സവം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9 മണിയോട് കൂടി തന്നെ ഓരോ മത്സരങ്ങളും പൂരമാക്കുകയാണ് തൃശ്ശൂർ നഗരവും അവിടെ എത്തിയ കലാകാരന്മാരും ഒക്കെ ഇത് തന്നെ മനസ്സിലാകുന്നത് നവമി പറയുന്നതിലൂടെ. നാളത്തോടെ ഈ ആഘോഷമൊക്കെ അവസാനിക്കുകയാണ്. നാളെ അറിയാം ആര് കപ്പ് നേടുമെന്നതൊക്കെ. നവമി ദിനേശാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും. കലോത്സവ വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സഹോദരിമാരുടെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. പെൺകുട്ടികളുടെ മോണോ ആക്ട് വേദിയിൽ കയ്യടി നേടിയിരിക്കുകയാണ് ചേച്ചി മായ സാജൻ. ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നം അവതരിപ്പിച്ച് ഏറെ വ്യത്യസ്തമായി മായയുടെ മത്സരം കാണാൻ ട്രാൻസ്ജെൻഡർ രഞ്ജിമാരും എത്തി. സഹോദരി മയൂഖ സാജൻ കൂടിയാട്ടത്തിൽ A ഗ്രേഡും സ്വന്തമാക്കി. കലോത്സവ വേദിയിലെ 2 സഹോദരിമാരെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. 2 പേർക്കും 2 മത്സര ഇനങ്ങളിലായി A ഗ്രേഡ് ലഭിക്കുകയും ചെയ്തു. മോളെ പേരെന്താണ്? മയൂഖ സാജൻ. ഏത് ഇനത്തിലായിരുന്നു? കൂടിയാട്ടം. A ഗ്രേഡ്. മോള്? മായ സാജൻ. മോണാക്ടിലാണ് A ഗ്രേഡ് ഉണ്ട്. ചേച്ചിയും അനിയത്തിയും അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം മോണോ ആക്ടിൽ നിന്ന് തുടങ്ങാം. എന്തായിരുന്നു മോൾ ഇത്തവണ അവതരിപ്പിച്ചത്? ട്രാൻസ്ജെൻഡറിന്റെ തീമാണ് നമ്മൾ അവതരിപ്പിച്ചത്. അത് കാണാൻ രഞ്ജിമാർ നേരിട്ട് എത്തിയിരുന്നു. കുറെ അവരുടെ സന്തോഷം എന്നെ അറിയിക്കുകയും ചെയ്തു. ഫുള്ള് കണ്ടു മോണാക്ട്. എന്നിട്ട് അവരുടെ സന്തോഷം അറിയിച്ചു. അതെ, അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. നമ്മള് എന്റെ സാറുണ്ട് കലാഭവൻ ഔഷാദ് സാറ് പറഞ്ഞിരുന്നു, അവരുടെ അടുത്ത് വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പറ്റുമെങ്കിൽ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും അവർ വരാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. കാണാനെത്തി. അതും ഒരു സന്തോഷം. എത്ര വർഷമായി പഠിക്കുന്നു? ഞാൻ മോണാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പഠിക്കണത് 2 വർഷമായിട്ടേ ഉള്ളൂ. ഒരു അധ്യാപകന്റെ അടുത്ത് പോയിട്ട് അതുവരെയും തനിയായിരുന്നു. 11 വർഷമായി മോണാക്ട് ചെയ്യുന്നുണ്ട്. ഈ കലോത്സവം എത്രാമത്തെ കലോത്സവമാണ്? ഇതിപ്പോ 2ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. 2ലും A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? തൊട്ടു പോകരുത്. തൊട്ടാ ആ കൈ ഞാൻ വെട്ടും. പെറ്റമ്മയ്ക്കും ജന്മം നൽകിയ തന്തയ്ക്കും വേണ്ടാത്ത ഈ മനുഷ്യക്കോലങ്ങളെ എനിക്ക് വേണം. കൂടെ കിടത്തി കാമം തീർക്കാനല്ല സാറേ, മാറോട് ചേർത്ത് സാന്ത്വനം പകരാനാ. അതിന് നീ ആരടി? മദർ തെരേസയോ അതോ മഹാത്മാഗാന്ധിയോ? രണ്ടുമല്ല, ജീവിക്കുന്ന രക്തസാക്ഷികളുടെ അമ്മ. അമ്മ നീയൊക്കെ എങ്ങനാടി അതിന് അമ്മയാവുക? നോവുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ 10 മക്കളെ പോറ്റുന്ന നോവ് അതെനിക്കറിയാം സാറേ. പെണ്ണിന്റെ മനസ്സാ ഞങ്ങൾക്ക്, പക്ഷേ ആണിന്റെ കരുത്താ അത് മറക്കണ്ട. ആണല്ല പെണ്ണല്ലെന്നാരും കരുതേണ്ട. ആണിന്റെ കരമാണ് പെണ്ണിന്റെ മനമാണ്. സൃഷ്ടിക്കു കൈപ്പിഴ പറ്റിയെന്നാൽ മുഷ്ടി ചുരുട്ടിയെറിഞ്ഞിടും പാരിൽ. നന്ദി, നമസ്കാരം. ഇത് സാറ് തന്നെ പഠിപ്പിച്ചതാണ് അല്ലെ? ഇത്
ഇവിടെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ മോണാക്ട്? ഇല്ല, മോളാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതെ. ഇങ്ങനെ ഒരു തീം എടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? സാറ് കുറെ തീമുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു വ്യത്യസ്ത തീമായി തോന്നി. ഇത്രയും നാൾ മോണാക്ട് ചെയ്തിട്ട് അതുകൊണ്ട് മറ്റുള്ളവർക്കൊരു ഗുണം, കലയുടെ ഒരു പ്രത്യേകത അതാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ എതിർക്കാനും അതിനെ നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും കഴിയുന്നൊരു സംഭവമാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു കലാരൂപം കൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിലൊരു ഉന്നമനം ഉണ്ടാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചു. എന്തായാലും നന്നായിട്ട് മോൾ അവതരിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കൂടിയാട്ടം കലാകാരിയെ കൂടി പരിചയപ്പെടാം. മോൾ എത്ര വർഷമായി കൂടിയാട്ടം പഠിക്കുന്നു? ഞാൻ ആദ്യത്തെ വർഷമായിട്ടാണ് കൂടിയാട്ടം പഠിക്കുന്നത്. ഇതിനു വേണ്ടി പഠിക്കുകയാണ്? അതെ, ഇതിനു വേണ്ടി പഠിക്കുക. കലോത്സവത്തിന് വേണ്ടി പഠിച്ചത്? കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ്. ഇത് തുടർന്നു കൊണ്ടുപോകാനും ആഗ്രഹമുണ്ടോ? അതെ, തുടർന്നു കൊണ്ടുപോകാൻ. കലോത്സവത്തിന് വേണ്ടി മാത്രമായിട്ട് പഠിക്കരുത്, ജീവിതത്തിൽ ഇതൊരു ഭാഗമാക്കി എടുക്കണം. എങ്ങനെയുണ്ട് ഇത് പഠിച്ചപ്പോഴുണ്ട ഒരു അനുഭവം? നല്ല സന്തോഷം. നല്ല വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ ആദ്യം ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് പഠിക്കണമെന്ന് മുന്നേ തോന്നിയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഇനി തുടർന്ന് ചെയ്യാൻ വളരെ ആഗ്രഹമുണ്ട്. നമുക്കതിലൊരു കോസ്റ്റ്യൂം ഒന്നും ഇല്ല, എന്നാലും ഒരു ചെറിയൊരു പെർഫോമൻസ് ചെയ്താലോ? മനോഹരമായിട്ടുണ്ട്. മുഖത്തെ എക്സ്പ്രഷനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടതല്ലേ? കൈ പോലെ തന്നെ. അതോടൊപ്പം ഇത് പാടുകയും ചെയ്യണം. മോളിപ്പോ അവതരിപ്പിച്ച ഏത് കഥാപാത്രമാണ്? ഞാൻ താര എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഞങ്ങൾ ബാലിവധാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. എന്തായാലും രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. വരുന്ന കലോത്സവങ്ങളിലൊക്കെ മറ്റിനങ്ങളിൽ കൂടി പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇതും കൂടിയാട്ടം തുടർന്നും കൊണ്ടുപോവുക, ജീവിതത്തിലൊരു ഭാഗമാക്കുക. എന്തായാലും രണ്ട് സഹോദരിമാരാണ്. അവരുടെ 2 തരത്തിലുള്ള മത്സര ഇനങ്ങളിലാണ് അവർ പങ്കെടുത്ത് A ഗ്രേഡ് സ്വന്തമാക്കിയത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. 28 വർഷമായി കലോത്സവ വേദികളിലെ സ്ഥിരം സാന്നിധ്യമാകുന്ന ഒരാളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. കോട്ടയം സ്വദേശിയായ അനന്തു സുധീഷാണ് ഏത് ജില്ലയിൽ കലോത്സവം നടന്നാലും മുടങ്ങാതെ കാണാനെത്തുന്നത്. ഇത്തവണ മകൾ ആദ്യമായി മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുത്തതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ഈ അച്ഛൻ. 28 വർഷമായി കലോത്സവ വേദികളിൽ മുടങ്ങാതെ എത്തുന്ന ഒരാളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണ് ചേട്ടന്റെ പേര്? അനന്തു സുധീഷ്. കലയോട് അത്രയേറെ ഇഷ്ടമാണോ? കലയോട് അത്രയേറെ ഇഷ്ടമാണ്. കലോത്സവത്തെ ഞാൻ പ്രണയിക്കുന്ന ഒരാളാണ്. കലോത്സവത്തോട് എനിക്ക് അത്ര ഇഷ്ടമുണ്ട്. ഇതിപ്പോൾ 28ാമത്തെ കലോത്സവമാണ് ഞാനിപ്പോൾ കാണുന്നത്. തൃശ്ശൂർ തന്നെ 2004 ഞാൻ കണ്ടിരുന്നു, 2012 കണ്ടിരുന്നു, 2018 കണ്ടിരുന്നു. ഇപ്പോൾ 2026 4ാമത്തെ കലോത്സവമാണ് ഞാൻ കാണുന്നത്. മൊത്തം 28 കലോത്സവമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തും പോയി അവിടെ നിന്ന് ഓരോ മത്സരങ്ങളും കാണും. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മത്സരം ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയാണ്. അതിൽ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടിയാണ് ഞാൻ ഏറ്റവും ഏറെ കാണുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 1997 മുതലുള്ള കലോത്സവത്തിൽ ഓരോ വർഷവും വന്ന് 1ാം സ്ഥാനം വാങ്ങിയ കുട്ടികൾ ആരൊക്കെയാണെന്ന് ഇന്നും എനിക്ക് കാണാൻ അറിയാം. അപ്പോൾ അത് അത്രയേറെ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ അതിപ്പോഴും ഇരിക്കുന്നത്. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മകള് വേദിയിൽ പെർഫോം ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു അല്ലേ? അതായത് കലോത്സവമൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ എനിക്കുണ്ടായി എനിക്കൊരു മോള് വരണം, ജനിക്കണം, ആ മോളെ കലോത്സവ വേദിയിൽ ഇതുപോലെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള സ്വപ്നം ഉണ്ടായിരുന്നു. മോള് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള സ്വപ്നമായിരുന്നു. ഇത്തവണ സർവേശ്വരൻ എനിക്ക് ആ ഭാഗ്യം തന്നു. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ടത്തിൽ മോള് അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചു. അത് കാണാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. എന്നാലും വരും വർഷങ്ങളിൽ ഇതുപോലെ കലോത്സവ വേദിയിൽ സജീവമാകട്ടെ, ഇതെല്ലാം കാണാനുള്ള ഒരു ഭാഗ്യം. ഒപ്പം മോളുടെ പെർഫോമൻസും ഇനിയും കാണാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.
സന്തോഷം ഒരുപാട് സന്തോഷം. എന്നാലും ഇത്രയേറെ വർഷം തുടർച്ചയായി കലോത്സവം കാണാൻ എത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് പക്ഷേ ഈ ചേട്ടൻ സാധിച്ചെടുത്തിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. ഇടുക്കിയിലെ തോട്ടം മേഖലയിൽ പൊങ്കൽ ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ആഘോഷങ്ങൾ ഇനി 3 ദിവസം കൂടി നീളും. തമിഴ് വംശജർ കൂടുതലായുള്ള അതിർത്തി പ്രദേശത്താണ് പൊങ്കൽ ആവേശം കൂടുതലുള്ളത്. തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3 വരെയാണ് പൊങ്കൽ ദിനങ്ങൾ. തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയാർ പ്രദേശത്തെ തോട്ടം മേഖലയിലാണ് ഇടുക്കി ജില്ലയിൽ പൊങ്കൽ ആഘോഷിക്കുന്നത്. ദ്രാവിഡരുടെ വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് പൊങ്കൽ. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായ ചടങ്ങുകളും വിശ്വാസ ആചാരങ്ങളുമാണ്. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പുകെട്ടി കോലങ്ങൾ വരച്ചുമാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങളുടെ പ്രധാന ഇനം കരിമ്പാണ്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ കരിമ്പുകൾ ഇതിനോടകം വൻതോതിൽ വിപണി കീഴടക്കി കഴിഞ്ഞു. മാർഗഴി മാസത്തിന്റെ അവസാന ദിവസമാണ് ഭോഗി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം നല്ല വിള കിട്ടാൻ അനുയോജ്യമായ കാലാവസ്ഥ നൽകിയ സൂര്യഭഗവാന് നന്ദി അറിയിക്കും. തുടർന്ന് വരും വർഷത്തെ വിളവെടുപ്പ് നന്നാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടെയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. News 18 ഇടുക്കി. എറണാകുളം മാറാടി ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ കൂമ്പാരമായിരുന്ന കനാലുകൾക്ക് ശാപമോക്ഷം ലഭിക്കുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്രാഞ്ച് കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. 3 ദിവസത്തിനകം കനാലിലൂടെ ജലസേചനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഏറെ നാളായി കാടുകയറി മാലിന്യം നിറഞ്ഞും കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മാറാടി ഗ്രാമപഞ്ചായത്തിലെ കനാലുകൾ. ഇത് കാരണം കുരുക്കുന്നപുരം ബ്രാഞ്ച് കനാൽ വഴിയും മാറാടി ബ്രാഞ്ച് കനാൽ വഴിയുമുള്ള ജലസേചനം പൂർണ്ണമായി നിലച്ചു. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൽ നിന്നുള്ള വെള്ളം തടസ്സപ്പെട്ടതോടെ പാടശേഖരങ്ങൾ കരിഞ്ഞുണങ്ങി. മാത്യു കുഴൽനാടൻ MLAയുടെ നേതൃത്വത്തിൽ MVIP ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഒത്തുചേർന്ന് ബ്രാഞ്ച് കനാലുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കനാലിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയും ചുറ്റും നിന്ന കാടുകൾ വെട്ടി നീക്കുകയും ചെയ്തത്. 3 ദിവസം കൊണ്ട് വെള്ളം തുറന്നുവിടാനാകുമെന്ന് മാറാടി മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് PP ജോളി പറഞ്ഞു. മാറാടി പഞ്ചായത്തിലെ കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന. കർഷകരെ സംബന്ധിച്ച് ഏക ആശ്രയം കൃഷിയും മറ്റ് ഉൽപ്പന്നങ്ങളും ലഭിച്ചാണ് ഇവിടെ കർഷകർ ജീവിക്കുന്നത്. നമ്മുടെ മാറാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഒരു ഏരിയയാണ് മാറാടി പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള മുഖ്യ അജണ്ട. മുൻ വർഷങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കനാലിലെ അറ്റകുറ്റപ്പണികൾ അധികൃതർ തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കി ഡിസംബർ മാസത്തോടെ കനാൽ വെള്ളം തുറന്നുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് നടപ്പിലാകാതെ വന്നതോടെയാണ് കർഷകരും ജനങ്ങളും ദുരിതത്തിലായത്. News 18 എറണാകുളം. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പത്രം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.